So now we are going to discuss about the evolution of sporophyte in bryophyte. What do you mean by evolution? Evolution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മേ ബി അത് ഫോർവേഡ് എവല്യൂഷൻ എന്നും പറയാറുണ്ട്, ബാക്ക്വേർഡ് എവല്യൂഷൻ എന്നും പറയാറുണ്ട്. ഫോർവേഡ് എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ദി അക്യൂമുലേഷൻ ഓഫ് സ്മോൾ തിങ്സ്, അതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് അതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുക. ബാക്ക്വേർഡ് എന്നും വരാറുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം അതത്ര നല്ലതല്ല എന്ന് തോന്നിയത് കാരണം അത് ബാക്കിലേക്ക് വലിയുന്ന ഒരു സിസ്റ്റവും ഉണ്ടാവാറുണ്ട് അല്ലേ. നമുക്ക് ചില സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ന്യൂക്ലിയർ ഫാമിലി ബെറ്റർ ആണ് എന്നുള്ളത് അല്ലേ. ചില കൺസെപ്റ്റിൽ അതങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് മാറി ഇപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കിലേക്ക് വരുന്ന രീതിയിലുള്ള വീടുകളും സംഭവങ്ങളൊക്കെ എന്താണ് അഡ്വാൻസ്ഡ് ആണെങ്കിൽ കൂടിയും അഡ്വാൻസ്ഡിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും ആ പഴമയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ചിലവർ ശ്രമിക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾ രണ്ടും എവല്യൂഷനിലും സംഭവിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. സോ എവല്യൂഷൻ ഓഫ് സ്പോറോഫൈറ്റ് ഇൻ ബ്രയോഫൈറ്റ്. എന്താ സ്പോറോഫൈറ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. സൈഗോട്ടിൽ നിന്നും മൈറ്റോസിസ് വഴി ഉണ്ടാകുന്ന ആ സ്ട്രക്ചറാണ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. സോ എവല്യൂഷൻ ഓഫ് സ്പോറോഫൈറ്റിനെ രണ്ട് വ്യൂസാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ദെൻ നമുക്ക് എവല്യൂഷൻ ഓഫ് സ്പോറോഫൈറ്റിൻ്റെ രണ്ട് പ്രപ്പോസൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, എവല്യൂഷൻ ഓഫ് സ്പോറോഫൈറ്റ് ബൈ ദി പ്രോഗ്രസീവ് സ്റ്റെറിലൈസേഷൻ ഓഫ് പൊട്ടൻഷ്യൽ സ്പോറോജീനസ് ടിഷ്യൂ. ഇറ്റ് വാസ് പുട്ട് ഫോർവേഡഡ് ബൈ ബവർ ആൻഡ് ക്യാവേഴ്സ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് പ്രകാരം പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോംസിൻ്റെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് വെരി സിമ്പിൾ ആയിരിക്കും ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടിഷ്യൂസ് ആർ ഫെർട്ടൈൽ. ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. അപ്പോൾ എന്താണ് ഇത് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ എവല്യൂഷൻ ഓഫ് സ്പോറോഫൈറ്റ്, ഈ ഫസ്റ്റ് ഇതിൻ്റെ പിന്നെ ബേസ് ചെയ്തിട്ട് ഇവരുടെ കൺസെപ്റ്റ് പ്രകാരം ഏറ്റവും സിംപ്ലസ്റ്റ് സ്ട്രക്ചറുള്ള സ്പോറോഫൈറ്റ് represents the primitive one, okay, and the structure and the sporophyte with most complex structures represents the advanced one. So simpler one always simple in form, complex one or advanced forms are always complex in structure. ഇതാണ് ഇവരുടെ ഐഡിയ എന്ന് പറയുന്നത്. അക്കോർഡിംഗ്ലി ഇവർ ഈ ഒരു സാധനത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തു ബൈ ടേക്കിംഗ് സം എക്സാമ്പിൾസ്. പല എക്സാമ്പിൾസ് എടുത്ത് അതിലെ സ്പോറോഫൈറ്റുകളെ കമ്പയർ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു തിയറിയിൽ ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ ഇവർ കൊണ്ടുവന്നത്. സോ 8 സ്റ്റേജായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പോറോഫൈറ്റിക്കിൻ്റെ ആ ഒരു എവല്യൂഷൻ പറയാൻ വേണ്ടിയിട്ട് 8 സ്റ്റേജസുകളിൽ 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷ്യസിനെ എടുത്തിട്ടാണ് അവരുടെ സ്പോറോഫൈറ്റിനെ കമ്പയർ ചെയ്ത് പോയത്. അപ്പോൾ 8 സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റും 8ാമത്തെ സ്റ്റേജിൽ വരുന്നത് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആയിരിക്കും. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദം റിക്സിയ എന്ന് പറയുന്നത് റിക്സിയ ഹാസ് ദ സിംപ്ലസ്റ്റ് മോസ്റ്റ് പ്രിമിറ്റീവ് സ്പോറോഫൈറ്റ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. റിക്സിയയിലെ സൈഗോട്ട് ഡിവൈഡ്സ് ട്രാൻസ്വേഴ്സലി ടു ഫോം 2 cells, പിന്നെ 4 celled ആയിട്ട് മാറും, ഒക്ടൻറ്റ് സ്റ്റേജിലെത്തും. ദെൻ എ മാസ് ഓഫ് സെൽസ് വിൽ ബി ഫോംഡ്. ഫ്രം ദിസ് മാസ് ഓഫ് സെൽസ് ഔട്ടർമോസ്റ്റ് സെൽസ് ആക്ട് ആസ് ആംഫിതീസിയം ആൻഡ് ഇന്നർമോസ്റ്റ് മാസ് ബിക്കംസ് എൻഡോതീസിയം. ആംഫിതീസിയം ബിക്കംസ് ദ wall of sporophyte and endothecium gives spores. ഇതാണ് റിക്സിയയിൽ നടക്കുന്നത്. അപ്പോൾ ഇവരുടെ തിയറി പ്രകാരം ഈ ഒരു പോയിന്റ് നോക്കുക, സിമ്പിൾ ആൻഡ് മോസ്റ്റ് ടിഷ്യൂസ് ആർ ഫെർട്ടൈൽ. അഥവാ എൻഡോതീസിയം കംപ്ലീറ്റ് ആയിട്ടും ഫെർട്ടൈൽ സ്പോറായിട്ട് മാറുന്നു. ഇതിൽ നമ്മൾ നേഴ്സ് സെൽസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ റിക്സിയുടെ സ്പോറോഫൈറ്റ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ സ്പോറോഫൈറ്റിൻ്റെ പ്രത്യേകത ഈ ടിഷ്യൂസ് ഉണ്ടല്ലോ, എക്സ്ട്രാ സ്ട്രക്ചേഴ്സ് വരുന്നതില്ലേ, അത് വളരെ കുറവാണ്. അഥവാ സ്പോറോജീനസ് ടിഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് സ്പോർ മാത്രമായി കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രിമിറ്റീവ് ക്യാരക്ടറാണെന്നാണ് ആര് പറയുന്നത്? ഇവർ പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പ്രിമിറ്റീവ് ഫോംസ് അതിൽ സ്പോറോഫൈറ്റ് ഈസ് സിമ്പിൾ ആൻഡ് മോസ്റ്റ് ടിഷ്യൂസ് ആർ ഫെർട്ടൈൽ. അഥവാ
ഇവിടെ ആംഫിതീസിയം മാത്രമേ സ്റ്റെറൈലായിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. ആ ആംഫിതീസിയം ഒരു വോളായിട്ട് മാറുന്നു. ബാക്കിയുള്ളതൊക്കെ എന്താണ്? സ്പോറാണ്. നമ്മൾ സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. പ്രീവിയസ് വീഡിയോസിൽ നമ്മളത് ഡിസ്കസ് സ്റ്റേജസ് ഇൻ കോഴ്സീനിയ zygote undergoes transverse division to form two cells. They are upper epibasal cell and lower hypobasal cell. This epibasal cell gives amphithecium and endothecium. Amphithecium give rise to capsule wall, and endothecium, which is the fertile mass which gives spores and nerve cells. So here additionally hypobasal cell gives the lower cell which gives foot of the sporophyte. So here in addition to spores and capsule wall, here you can see spores, nerve cells and a smaller foot. So additional sterilization is occurred. Progressive sterilization of potential sporogenous tissue. Additional sterilization നടന്നു. തേർഡ് സ്റ്റേജ് സ്ഫിയറോകാർപ്പസിലാണ്. സ്ഫിയറോകാർപ്പസിൻ്റെ പ്രത്യേകത ഫൂട്ട് ഉണ്ട്, അതിന് സീറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ക്യാപ്സ്യൂൾ ഉണ്ട്. സ്പോർസും ഇലാറ്റേഴ്സും ഫോം ചെയ്തിട്ടുണ്ട്. സോ ആംഫിതീസിയത്തിൽ നിന്നും എന്ത് വന്നിട്ടുണ്ടാവും? ക്യാപ്സ്യൂളിൻ്റെ വോൾ വന്നു. എൻഡോതീസിയത്തിൽ നിന്നും സ്പോർസും ഇലാറ്റേഴ്സും വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് ടാർജിയോണിയ. ഇൻ ടാർജിയോണിയ foot is there, a massive seta is there, and a capsule. Then half of the sporogenous tissue becomes spores and other half elaters ആയിട്ടും ആക്ട് ചെയ്യുന്നു. So next fifth stage in Markantia, there is foot, seta and capsule. Here the capsule wall is single layered. അഥവാ ആംഫിതീസിയത്തിൽ നിന്നുള്ള capsule wall single layered ആണ്. 50% സ്പോർസും 50% ഇലാറ്റേഴ്സും ഉണ്ടാവും. നെക്സ്റ്റ് സിക്സ്ത് സ്റ്റേജിൽ പെല്ലിയയിൽ ഫൂട്ട് ഉണ്ട്, സീറ്റ് ഉണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ട്. പക്ഷേ ക്യാപ്സ്യൂൾ വോൾ ഇസ് 2 ലെയർഡ്. ആംഫിതീസിയത്തിൽ നിന്നുള്ള വോള് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് വേറൊരു സ്ട്രക്ചറായിട്ട് മാറി. 2 ലെയർഡ് ക്യാപ്സ്യൂൾ വോളായി. 1 ലെയർഡ്, സിംഗിൾ ലെയർഡ്, 2 ലെയർഡ് ആയിട്ട് മാറി. Then a fixed number of elaters can also be seen. Then seventh stage, it explains the sporophyte of Anthoceros. ആന്തോസിറോസിന് എന്തൊക്കെയുണ്ട്? ഫൂട്ട് ഉണ്ട്, സീറ്റ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ബ്രാക്കറ്റിലാണ്, അഥവാ ഇന്റർ കാലറി മെരിസ്റ്റമാറ്റിക് സോണാണ് സീറ്റയ്ക്ക് പകരമായിട്ട് വരുന്ന ആ റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് എ ക്യാപ്സ്യൂൾ ഇസ് ദർ. സ്പോർസ് ഉണ്ട്, ഇലാറ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ക്ലോറോഫിൽ കണ്ടെയ്നിങ് സെൽസ് ആൻഡ് ഓൾസോ സ്റ്റൊമാറ്റ. ദിസ് റെപ്രസെൻറ്റ്സ് ദെയർ പാർഷ്യൽ ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി. അപ്പോൾ ഈ പാർഷ്യൽ ഇൻഡിപെൻഡൻസ് കാണിച്ച്, അഥവാ ഗ്യാമറ്റോഫൈറ്റിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നതാണ് ആന്തോസിറോസിൻ്റെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആന്തോസിറോസിൻ്റെ സ്പോറോഫൈറ്റേഴ്സ് അഡ്വാൻസ്ഡ് ദാൻ ഈ ബാക്കിയുള്ള എല്ലാ സ്പോറോഫൈറ്റിനേക്കാളും അഡ്വാൻസ്ഡ് ആണ്. ഇനി അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പോറോഫൈറ്റാണ് 8th സ്റ്റേജിൽ ഫ്യൂണേറിയ, അതേപോലെ തന്നെ പോളിട്രിക്കം എന്നൊക്കെ പറയുന്ന സ്പീഷ്യസുകളുടെ സ്പോറോഫൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി എ ഫുഡ് വെൽ ഡെവലപ്ഡ് സീറ്റെ ആൻഡ് ക്യാപ്സ്യൂൾ. ദെൻ സ്റ്റൊമാറ്റ ക്യാൻ ബി സീൻ, ക്ലോറോഫിലസ് സെൽസ് ആർ ദർ. ദിസ് ഡിനോട്ട്സ് ദെയർ പാർഷ്യൽ പാർഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലേ, പാർഷ്യൽ ഇൻഡിപെൻഡൻസ് കാണിക്കുന്നുണ്ട്. അഥവാ ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് അപ് ടു എ സർട്ടൈൻ എക്സ്റ്റെൻറ്റ്. സോ and additional structures are there. Apophysis is there, peristome is there, operculum is there, rim is there, annulus is there. So these cells are additional fittings ആണ് അല്ലേ, additional fittings ആണ് ഈ സ്പോറോഫൈറ്റിക് സ്ട്രക്ചർ കൂടാതെ, ക്യാപ്സ്യൂൾ കൂടാതെയുള്ള അഡീഷണൽ ഫിറ്റിങ്സ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? സ്പോർ ഡിഹൈസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഡെഹിസൻസ് ഓഫ് സ്പോർസിന് സഹായിക്കുന്ന അഡീഷണൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ആ ഫെർട്ടൈൽ ടിഷ്യൂവിനോട് കൂടെ അഡീഷണൽ സ്റ്റെറിലൈസേഷൻ വീണ്ടും വന്നു അല്ലേ. സോ അക്കോർഡിംഗ് ടു കവേഴ്സ് ആൻഡ് ബവർ, ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്പോറോഫൈറ്റസ് ഫ്യൂണേറിയ വിത്ത് ഫൂട്ടസീറ്റ ക്യാപ്സ്യൂൾ, സ്പോർസ് ഉണ്ട്, അതേപോലെ തന്നെ ക്ലോറോഫിലസ് ടൊമാറ്റ പാർഷ്യൽ ഇൻഡിപെൻഡൻസ് കാണിക്കുന്നുണ്ട്, ആൻഡ് സ്പെഷ്യൽ സം അഡീഷണൽ സ്ട്രക്ചേഴ്സ് ടു ഹെൽപ്പ്
ലിബറേഷൻ ഓഫ് സ്പോർസ്. ഇതൊക്കെയാണ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്. ആൻഡ് ദ സിംപ്ലസ്റ്റ് വൺ ഈസ് എന്ന് പറയുന്നത് റിക്സിയാണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ സ്പോറോഫൈറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള ഒരു വോളുണ്ട്. ഇൻസൈഡ് യു ക്യാൻ സി സ്പോർസ്, ഹോമോസ്പോറസ് ആയിട്ടുള്ള ഒരുപാട് സ്പോർസിനെ കാണാൻ പറ്റും. പിന്നെ മറ്റേതോ ഒരു കാലിപ്ട്ര എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ പറയാത്തത്? കാലിപ്ട്ര എന്ന് പറയുന്നത് വെൻഡറിൻ്റെ ആ വെൻഡർ വോളാണ് കാലിപ്ട്ര ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അവിടെ ബാക്കിയുള്ളവർക്ക് വേറെ റോളൊന്നുമില്ല, അത് അവിടെ വളരുന്നത് കൊണ്ട് അതൊരു വോളായിട്ട് ആക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇത്രയാണ് നമുക്ക് എവല്യൂഷൻ ഓഫ് സ്പോറോഫൈറ്റിലെ ഫസ്റ്റ് എവല്യൂഷൻ ഓഫ് സ്പോറോഫൈറ്റ് ബൈ ദി പ്രോഗ്രസീവ് സ്റ്റെറിലൈസേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഫെർട്ടൈൽ ടിഷ്യൂസിൽ പറയാനുള്ളത്, സ്പോറോജിനസ് ടിഷ്യൂസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, അഥവാ ഒരു ഭാഗത്തിന് തന്നെ ഓരോ സാധനത്തിനും രണ്ട് വ്യൂ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഇവർ പറഞ്ഞു എക്സ്ട്രാ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് സ്പോർ ലിബറേഷനും പാർഷ്യൽ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറാണെന്നൊക്കെ പറഞ്ഞു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞു. സെക്കൻഡ് കേസിലുള്ളവർ എന്താ പറയണത്? എന്തിനാ ഇപ്പോൾ ഇത്രയും അഡീഷണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്? കാരണം ഇതൊന്നുമില്ലാതെയും റിക്സിയ ഉണ്ടാവുന്നുണ്ടല്ലോ. അതിനർത്ഥം എന്താ? റിക്സിയ അതിൻ്റെ സ്പോറിനെ ഈസി ആയിട്ട് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. റിക്സിയ ഒരുപാട് ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. അതിനർത്ഥം ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഒന്നും ഇല്ലെങ്കിലും ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാ അത്രയും വലിയ സ്ട്രക്ചേഴ്സ്? അതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ്. ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.